എന്റെ ആഗ്രഹം അത് തന്നെയാണ്. ഇതൊക്കെ എല്ലാ പെണ്ണുങ്ങളും ചെയ്യുന്ന. കുടുംബാവുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. നിന്റെയും കുട്ടികളുടെയും കാര്യങ്ങൾക്ക് ഒരു കുറവുണ്ടാവരുതെന്ന് കരുതിയ ഞാൻ ഈ കഷ്ടപ്പെടുന്നത്. നിന്നെ ജോലിക്ക് വിട്ട് ജീവിക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. ഇപ്പൊ ഒന്ന് നിവർന്നു നിൽക്കാനായപ്പോൾ എന്നെ കണ്ടുപിടിക്കുന്നില്ല. പത്രാസുള്ള പെണ്ണുങ്ങളെ കണ്ടപ്പോ കണ്ണു മഞ്ഞളിച്ചു അല്ലേ? ഏത് പത്രാസുള്ള പെണ്ണുങ്ങള്? എന്ത് മഞ്ഞളിച്ചു? ദേ വേണ്ടാത്ത വർത്താനം പറയാൻ നിൽക്കരുത് നീ. ഈ പെണ്ണേതാ? ഇവളുമായിട്ട് എന്താ ഏർപ്പാട്? എടി കൊച്ച വെക്കണ്ട, എനിക്കിത് മാത്രം അറിഞ്ഞാ മതി. ഞാൻ കുറെ കാലായി തീ തിന്നാൻ തുടങ്ങിയിട്ട്. ഇതാരാ നിനക്ക് അയച്ചു തന്ന്? ഇതാരാന്ന് ചോദിച്ചാ അതിനുള്ള മറുപടി പറഞ്ഞാ മതി. ഓ, ഇതെന്റെ കടയിൽ വരുന്ന സ്ഥിരം വരുന്ന ഒരു കസ്റ്റമറാണ്. അങ്ങനെയുള്ള ഒരു പരിചയം മാത്രമേ എനിക്കുള്ളൂ. അവരായിട്ട് വേറൊരു ബന്ധം എനിക്കില്ല. ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ എന്റെ ബിസിനസ്സുമായി പൊരുത്തപ്പെട്ടു പോകുമ്പോ പലരോടും നല്ല നിലയിൽ ഇടപെടും. അതെന്റെ ബിസിനസിന്റെ ഭാഗമാണ്. ദേ ആരെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കി നിന്റെ മനസ്സിളക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇപ്പൊ നിർത്തിക്കോണം. അല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നീ അറിയും. അത് തന്നെ ഞാനും പറഞ്ഞത്. ഇതിന്റെ സത്യം എനിക്കറിയണം, അല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് എനിക്ക് അറിയൂ. ഫോട്ടോ മാത്രമല്ല, അവളായിട്ട് കിന്നരിച്ച് സംസാരിക്കുന്നതും എന്നെ പറ്റി മോശമായി സംസാരിക്കുന്നതും ഇതിലുണ്ട്. ഞാൻ പരിഷ്കാരമില്ലാത്തവളല്ലേ, വൃത്തിയില്ലാതെ നടക്കുന്നവളല്ലേ. ഇക്കാട് ആഗ്രഹങ്ങൾക്കും ആവശ്യങ്ങൾക്കും എനിക്ക് പ്രാപ്തിയില്ല. അവളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല. എന്തൊക്കെ തോന്നിച്ചാ അവളോട് പറഞ്ഞിരിക്കുന്നേ? എടി അതൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതാ. ഞാൻ എന്റെ ഫോണിലല്ല വിളിച്ചത്, ഗിരിയുടെ ഫോണിലാ. നീ അവനോട് ചോദിച്ചു നോക്ക്, അവൻ പറയും നിന്നോട് സത്യം. അല്ലെങ്കിൽ നീ ബാബു ചേട്ടനോട് ചോദിച്ചു നോക്ക്. കണ്ണി കണ്ട പെണ്ണുങ്ങളോട് കൊഞ്ചിക്കൊഴയാൻ പോയിട്ട് വീട്ടിൽ വരുമ്പോ തൊട്ടത്തിലേക്ക് എന്നോട് ദേഷ്യം. ഇനി ഞാൻ വീട്ടിൽ ഇതുപോലെ ഒരുങ്ങിയിരുന്നോളാം. വീട്ടിലെ പണിയെല്ലാം എടുത്തിട്ട് കടയിൽ പോയാൽ മതി. നന്ദിയില്ലാത്ത വർഗം. മടുത്തു, മതി. ഉപ്പപ്പ വേഗം വായോ, ഇവിടെ ഉമ്മിയും ഉപ്പിയും കൂടി ഭയങ്കര വഴക്കാ. നീ ഉപ്പാടെ ഫോൺ കൊടുത്തേ? ഫോണൊന്നും കൊടുക്കാൻ പറ്റില്ല. വിളിച്ചൂന്ന് പറഞ്ഞാൽ ഞങ്ങളെ തല്ലും. ഉപ്പപ്പ വേഗം വായോ. ഇങ്ങടാടി. മാമാ എന്താ മോനെ? വേഗം വാ, ഇവിടെ ഉമ്മയും ഉപ്പിയും വലിയ വഴക്കാ. ഫോണൊന്നും കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ വരാണെങ്കി വാ. ഞാൻ ഇപ്പൊ വേറെ സ്ഥലത്താണുള്ളത്. ഇപ്പൊ ഞാൻ അങ്ങോട്ട് വരാം. ഇപ്പൊ വരാട്ടോ.